വിജയിക്കാൻ പോകുന്ന മണ്ഡലങ്ങളിൽ ഒന്നായിരിക്കും കോഴിക്കോട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ഒരു MP എന്ന നിലയിൽ ഇക്കാലം അത്രയും ഈ നാടിനെ സ്നേഹിക്കുകയും ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഈ നാട്ടിൽ ഓരോ വ്യക്തിയോടുമൊപ്പം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു ജനപ്രതിനിധിയാണ് പ്രിയങ്കരനായ ശ്രീ MK രാഘവൻ എന്നുള്ളത് കോഴിക്കോട്ടിലെ ഓരോ വ്യക്തിക്കും അറിയാം. ആ രാഘവേട്ടനെ വീണ്ടും പാർലമെന്റിലേക്ക് അയക്കുവാനായിട്ടുള്ള നിയോഗമാണ് നമ്മൾക്കെല്ലാവർക്കും ലഭ്യമായിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് നമ്മളെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അവരുദ്ദേശിക്കുന്ന ഭരണഘടനയിൽ ഇങ്ങനെ ഒരു പാർലമെന്ററി ജനാധിപത്യം ഒന്നുമില്ല എന്ന് വെച്ചാൽ ഇവിടെ കോർപ്പറേഷനിലേക്ക് ചിലപ്പോൾ ഇലക്ഷൻ ഉണ്ടാവില്ല. ഇവിടെ എനിക്ക് ചിലപ്പോൾ അങ്കമാലിയിൽ ചിലപ്പോൾ ഇനി വീണ്ടും തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇവിടെ പാർലമെന്റിലേക്ക് ചിലപ്പോൾ ഇലക്ഷൻ നടത്താൻ പറ്റിയെന്ന് വരില്ല. കാരപ്പറമ്പിൽ നമുക്ക് ഇതുപോലെ ഒരു കൺവെൻഷൻ കൂടാൻ സാധിച്ചൊന്നും വരില്ല. അവർ കാണുന്ന ഇന്ത്യ ഈ പാർലമെന്ററി ജനാധിപത്യ സംവിധാനമെല്ലാം മാറ്റിവെച്ച് എല്ലാ അധികാരങ്ങളും നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു സർവാധിപതിയിൽ കേന്ദ്രീകരിക്കുന്ന ഒരു സംവിധാനമാണ്. അതാണ് അവർ കാണുന്ന ഭരണഘടന. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഈ രാജ്യം നിലനിർത്താൻ വേണ്ടി, ഈ ഭരണഘടന നിലനിർത്താൻ വേണ്ടി, ഭരണഘടന ഉറപ്പ് നൽകുന്ന ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന പോരാട്ടമാണ്. കാരണം ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യവും മതേതരത്വവും വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഇന്ത്യ മഹാരാജ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ലോകത്ത് ഇങ്ങനെ ഒരു നാട് കാണാൻ കഴിയില്ല. ലോകത്ത് പല കോണുകളിലും പോയിട്ടുള്ളവരായിരിക്കും ഇവിടെ ഇരിക്കുന്നവർ. 9ഓളം പദങ്ങള്, 1000ഓളം ഭാഷകള്. പക്ഷെ 10 വർഷവും കഴിഞ്ഞ് 75 വർഷത്തിനിപ്പുറം ഇന്ത്യ മഹാരാജ്യം ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ അഭിമാനത്തോടുകൂടി തല ഉയർത്തി നിൽക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഈ രാജ്യത്തിന്റെ മുന്നിൽ ഉണ്ടായതുകൊണ്ടും ആ കോൺഗ്രസ് ഈ രാജ്യത്തിന് നൽകിയ മഹത്തായ ഒരു ഭരണഘടന ഇവിടെ ഉണ്ടായതുകൊണ്ടുമാണ്.